സർ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ, ബി.ജെ.പി. അനധികൃതമായി വോട്ട് നേടിയിട്ടുണ്ട് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. 1,00,000-നും മേലെ വലിയ കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വോട്ടേഴ്സ് ഡാറ്റ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കെങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കും? ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെ നമുക്ക് കരുതാൻ സാധിക്കുമോ? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിപ്പിക്കുക എന്നതായിരുന്നു നമ്മളുടെ പല പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും ഒരു ഒരു തെരഞ്ഞെടുപ്പ് പ്രവൃത്തി തന്നെ. ബീഹാറിലെ ഓർക്കുന്നില്ലേ, ബീഹാറിലെ ബൂത്ത് ക്യാപ്ചറിങ്, അത് വർഷങ്ങൾക്ക് മുമ്പ് ടെലിവിഷനിൽ വന്നപ്പോഴാണ് അതിന് എതിരെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്നത് ഒരു ബിഗ് ഡേറ്റ പ്ലേ ആണ്. IT യുഗത്തിൽ 80 കോടി അല്ലെങ്കിൽ 90 കോടി ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെച്ചുള്ള ഒരു കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 90 കോടി ആൾക്കാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇതുപോലെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓൺലൈനാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചോ, ഈ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ മെഷീൻ റീഡബിൾ ആക്കിയിട്ടില്ല. മെഷീൻ റീഡബിൾ കോപ്പി പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്നില്ല. അതായത് സോഫ്റ്റ് കോപ്പി ആർക്കും കൊടുക്കുന്നില്ല. അതിന് പകരം പ്രിന്റ് ഔട്ടുകൾ മാത്രമാണ്. അതായത് സോഫ്റ്റ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർലേ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 90 കോടി അനലൈസ് ചെയ്ത് നമുക്ക് ചില കൺക്ലൂഷൻ എത്താൻ കഴിയും. അത് നടത്തുന്നില്ല. അതിന് കാരണം ചിലർ മാനിപ്പുലേഷൻ നടത്തുന്നു, അതിനെ സഹായിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് ഇന്റർനെറ്റ് യുഗത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ ഇതിന്റെ അസത്യങ്ങൾ അത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധിക്ക് പകരം എനിക്ക് തോന്നുന്നത് ADR-ഓ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സോ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഡേറ്റ വിങ് ഉണ്ട്. പ്രവീൺ ചക്രവർത്തി ഹെഡ് ചെയ്യുന്ന അദ്ദേഹം ഇപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചീഫാണ്. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ ഡേറ്റ കളക്ഷനും ഈ പവർ പോയിന്റ് പ്രസന്റേഷനും നടന്നത്. അദ്ദേഹം ഒരു ഡേറ്റ സയന്റിസ്റ്റാണ്. പ്രഡിക്ഷൻസ്, കോൺഗ്രസിന്റെ എല്ലാ ഡേറ്റ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രതിപാദനനായ ഒരു IT മാനേജ്മെന്റ് വിദഗ്ധനാണ് അദ്ദേഹം. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ വളരെ വളരെ കൃത്യമായി ഒരു പാർലമെന്ററി മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ എന്തൊക്കെ നടന്നു എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ അതിന്റെ അസത്യങ്ങളിലേക്കും രാഷ്ട്രീയത്തിലേക്കും പോകുന്നില്ല. പക്ഷെ ഞാൻ പോകുന്നത് ഇത് കാണിക്കുന്നത് പുതിയ രീതിയിൽ, അതായത് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ചെയ്യുന്ന എന്തിൻ്റെയും ഒരു 90 കോടി വോട്ടേഴ്സ് എന്ത് ചെയ്യുന്ന എന്തിൻ്റെയും അതിനൊരു ഡേറ്റ മാനദണ്ഡം കൂടി ഉണ്ട്, അളവുകോൽ കൂടി ഉണ്ട്. അത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു സാധ്യതയാണ് ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ സ്വകാര്യത പോയിരിക്കുകയാണ്. അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ആര് നമ്മൾ വോട്ട് ചെയ്തതെന്ന് ഇലക്ഷൻ കമ്മീഷന് കൃത്യമായി അറിയാം. ഇലക്ഷൻ കമ്മീഷൻ അറിയാമെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനും അറിയാം. അപ്പോൾ അതായത് ചില ബൂത്തുകൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർക്കാണ് മെജോറിറ്റി എങ്കിൽ അവരത് ഉപേക്ഷിച്ചിട്ട് ചില ബൂത്തുകൾ ഭരിക്കുന്ന പാർട്ടികൾക്കെതിരെയാണെങ്കിൽ, ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ മിഡിൽ ക്ലാസ് കോളനികളിൽ അല്ല. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ് കോളനിക്ക് അടുത്തുള്ള ഈ ജുഗി അതായത് ചേരികളിൽ ആണ് എന്ന്
കേട്ടിട്ടുണ്ട്. അതിന് കാരണം ചേരികളുടെ വോട്ട് എപ്പോഴും മിഡിൽ ക്ലാസ് വോട്ട് ചെയ്യുന്ന പോലെ അല്ല. മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഡിവൈഡഡ് ആയിരിക്കും, കോൺഗ്രസിനും ബി ജെ പിക്കും ഒക്കെ വോട്ട് ചെയ്യും. ചേരികളുള്ളവര് ഈ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി 2 പ്രാവശ്യം വന്നത്. 3ാമത്തെ പ്രാവശ്യം ചേരികളിലെ ആൾക്കാരെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും വിടുവിക്കാനുള്ള പ്രവർത്തനമാണ് ബി ജെ പി ചെയ്തത്. അതിലവർ സക്സസ്ഫുള്ളായി. ഇതിനൊക്കെ കാരണം വോട്ട് എവിടുന്ന് വരുന്നു, നമ്മൾക്കുള്ള വോട്ട് എവിടുന്ന് വരുന്നു എന്ന് മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും, പ്രത്യേകിച്ച് കോൺഗ്രസിനും ബി ജെ പിക്കും അറിയാം. അപ്പോൾ വരാത്ത വോട്ടുകളിൽ ഉള്ള സമൂഹത്തിലും ഇടങ്ങളിലും അവർ വളരെ കൃത്യമായി പണിയെടുക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു വരുന്നതും അതാണ്. അതായത് ഒരു അസംബ്ലി സെഗ്മെന്റിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് ജയിക്കുമെന്ന് ബി ജെ പിക്ക് അറിയാമായിരുന്നു. അപ്പം അവർ വേണ്ടത് ചെയ്തു അവിടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന്റെ സത്യം ഇലക്ഷൻ കമ്മീഷനും കോടതികളും അന്വേഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പക്ഷെ ഒന്നുണ്ട്, ഇനിയുള്ള ഇന്ത്യയിലെ എല്ലാ വോട്ടുകളിലും ഈ ബിഗ് ഡേറ്റ ആക്ടിവിറ്റി ഒരു സാധാരണ സംഭവമാകാൻ പോവുകയാണ്. ഇതുവരെ അങ്ങനെ വോട്ടേഴ്സ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ നമ്മളുടെ വോട്ടവകാശത്തെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മളെല്ലാം ഒരാളാണ്, ആർക്ക് പറഞ്ഞുകൂടാ എവിടെ വോട്ട് ചെയ്തു. ഇപ്പോൾ അത് കൃത്യമായി അറിയാം. ഇന്നലെ എന്തായിരുന്നു ബി ജെ പിയുടെ ഡിഫൻസ്, ബി ജെ പി ആ എം പിയുടെ ഡിഫൻസ്? ശരിയാണ്, അന്ന് 1 ലക്ഷം പേരെ കൂടുതൽ ചേർത്തിരുന്നു. അത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ അത് ശരിക്കും കൃത്യമായും അത് രാഹുൽ ഗാന്ധി അതാണ് ചോദിച്ചത്. മെഷീൻ റീഡബിൾ ലിസ്റ്റ് ആണെങ്കിലും അതും അതിൻ്റെ കൂടെ CCTV ഫുട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി കണ്ടുപിടിക്കാം ഈ 1.5 ലക്ഷം ആൾക്കാരെ അല്ലെങ്കിൽ 1 ലക്ഷം ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്തതെന്ന് ശരിക്കും കണ്ടുപിടിക്കാം. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെതിരെ ചോദിച്ചിരിക്കുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ അത് വെച്ച് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വെക്കുവാണെങ്കിൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പക്ഷെ അത് തീരാത്തിടത്തോളം കാലം ഇലക്ഷൻ കമ്മീഷൻ സ്വയം സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ബിഗ് ഡേറ്റ സിറ്റുവേഷനിൽ ആർക്കും ഇതുപോലുള്ള ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കും ഒരു പുകമറയുടെ പുറകിലും ഒടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാകും. അതിൻ്റെ പുറകെ കുറെ നാൾ പോകേണ്ടി വരും. ജനങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇലക്ഷൻ കമ്മീഷനെ പറ്റി ഒരു സംശയമാണ് ഇപ്പോൾ. അത് അവരെ പല ഇന്റർനെറ്റ് ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിലെ ഒത്തിരി മെമേഴ്സ് ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് നോട്ട് ജോയിൻ BJP ബട്ട് ഡിസൈഡഡ് ടു സപ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഇത് വരുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഒരു ഓർഗനൈസേഷൻ ഇതുപോലുള്ള അവസരം വരുമ്പോൾ അവർ തന്നെ അനലൈസ് ചെയ്തിട്ട് ഇതാണ് സംഗതി, നിങ്ങളൊന്ന് നോക്കിക്കോളൂ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഡേറ്റ തരാം, നിങ്ങളുടെ സംശയം തീർത്തോളൂ, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം അവർക്ക് ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ബിഗ് ഡേറ്റ അനാലിറ്റിക്കൽ ടൂൾസ് ബാക്കിയുള്ള കയ്യിൽ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള സംഗതികൾ നടന്നുകൊണ്ടേയിരിക്കും. അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പം ഓഫീസിന്റെ കാര്യം പറഞ്ഞ പോലെ അത് അവിടെ പൈസ കൊടുത്തു എന്ന് ആർക്കും തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ അന്ന് പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയെ ഓപ്പോസിഷൻ സംശയിച്ചിട്ട് നിർത്തി ഗലിയിലെ ചോറെ രാജീവ് ഗാന്ധി ചോറെ എന്ന് ആകാശവാണിയിൽ വരെ ഒരു കുട്ടി പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി. എനിക്ക് തോന്നുന്ന അതേ ഒരു സംശയത്തിന് നിഴലിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിർത്തുന്നത്. അതാരും പറയുന്നില്ലെങ്കിലും അതിന്റെ പുറകില് ഭരിക്കുന്ന പാർട്ടിയായ അവർക്കും ബി ജെ പിക്കും ബിഗ് ഡേറ്റ അനാലിസിസ് ഒക്കെ ഉണ്ട്. അവരാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഇവരുടെ പുറകിൽ. മഹാരാഷ്ട്രയിൽ അങ്ങനെയാണ്, ഞങ്ങളുടെ ഇലക്ഷൻ കട്ടെടുത്തു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വിജയം നിങ്ങൾ കട്ടെടുത്തു എന്നാണ് അവർക്ക് പറയുന്നത്. സ്റ്റോളൻ ഓർ ഇലക്ഷൻ വെർഡിക്റ്റ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഇതാണ്. അതായത് ഈ ബിഗ് ഡേറ്റ ഇത് ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചാൽ
ഒരാഴ്ച കൊണ്ട് ഇത് തീർക്കാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അവർ വിചാരിക്കുന്നില്ല എന്നുള്ളതടുത്താണ് ഈ ക്വസ്റ്റ്യൻ വീണ്ടും സംശയം മൊത്തം വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ നിങ്ങൾ അനലൈസ് ചെയ്ത് വളരെ കൃത്യമായി മുന്നോട്ട് വെക്കുക പബ്ലിക്കിന്റെ മുമ്പിൽ. ഇതാണ് ഇതിന്റെ വാസ്തവം. അതായത് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവരെല്ലാം ഞങ്ങൾ ഇലക്ഷൻ റോളിൽ നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിന് ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ BJP ജയിച്ച കാൻഡിഡേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആള് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി ഇലക്ഷൻ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് വരുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇതായിരിക്കും ഇലക്ഷൻ്റെ. നേരത്തെ വോട്ട് അങ്ങോട്ട് പോയി ഇതിൽ ഈ ഫില്ല് ചെയ്തതിൽ കുഴപ്പമുണ്ട്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇനിയും ഇതാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എങ്ങനെ അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതിക്ക് ഒരിക്കലും ഇങ്ങനെ 1,00,000 വോട്ട് ഒരിടത്ത് മാത്രം കൂടിയതിൻ്റെയും അതും വളരെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഡേറ്റ വെച്ച് ജയിക്കാൻ കോടതി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ നിയമം അനുസരിച്ച് ചെയ്യാൻ വിഷമമാണ്. അപ്പോൾ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടത്തും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഭരിക്കുന്ന പാർട്ടി, അതിപ്പം ഇന്ന് BJP ആണ്, നാളെ കോൺഗ്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെങ്കിലും പാർട്ടി ആണെങ്കിൽ അവർക്കൊക്കെ ഒരു പൊളിറ്റിക്കലി ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും. അതായത് ഇനിയുള്ള ഇലക്ഷൻ കാലത്ത് എല്ലാ ഇലക്ഷനിലും ഇതുപോലെ ഡേറ്റ മാനിപ്പുലേഷൻ ഈസ് ദ കീ ടു സക്സസ്. അത് പോസിറ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ ചിലർക്ക് പ്രശ്നമില്ല, അത് നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അതാണ് രാഹുൽ ഗാന്ധി റൈസ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ ഇലക്ഷൻ കമ്മീഷനും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മളുടെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസം. സർ സൂചിപ്പിച്ചതുപോലെ ഈ ബിഗ് ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ഒപ്പം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അട്ടിമറികളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ മുഖാന്തരം നടന്നിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും വളരെ നിർണായകമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.